ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് തക്കതായ മറുപടി കൊടുത്ത ഭാരത സർക്കാരിനെയും കര വ്യോമ നാവികസേനയെയും അഭിനന്ദിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി എളനാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാഭിമാന ത്രിവർണ്ണ യാത്ര മേജർ ജോൺ സാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആരംഭിച്ചു. ത്രിവർണ്ണ സ്വാഭിമാന യാത്രയിൽ എളനാട് ഏരിയ പ്രസിഡന്റ് ശ്രീ അനൂപ് MU അവർകൾ, ഏരിയ ജനറൽ സെക്രട്ടറി ശ്രീ സംഗീത് നമ്പ്യാർ അവർകൾ, ഏരിയ സെക്രട്ടറി ശ്രീ സന്ദീപ്, മുതിർന്ന BJP നേതാവ് ശ്രീ ശശി വെന്നൂർ അവർകൾ, അതുപോലെ തന്നെ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള രവീന്ദ്രബാബു, സരിത വാസു എന്നിവർ നേതൃത്വം കൊടുത്തു. തുടർന്ന് പൂർവിക സൈനികന്മാരെ ആദരിച്ചു. പൂർവിക സൈനികനായിട്ടുള്ള ശ്രീ മധുസാറിനെ മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ അരുൺ TH ആദരിച്ചു. മേജർ ജോൺ സാറിനെ ശ്രീ സംഗീത് നമ്പ്യാർ ആദരിച്ചു. അതുപോലെ തന്നെ സുബൈദർ രാജകൃഷ്ണൻ അവർകളെ MU അനൂപ് ആദരിച്ചു. സുബൈദർ ശ്രീ PK ഉണ്ണി അവർകളെ ശ്രീ ശശി വെന്നൂർ ആദരിച്ചു. സുബൈദർ ശ്രീ വിജയൻ അവർകളെ ചേലക്കര മണ്ഡലം സെക്രട്ടറി ശ്രീ കൃഷ്ണകുമാർ അവർകൾ ആദരിച്ചു. സുബൈദർ ശ്രീ ബാലചന്ദ്രൻ അവർകളെ ചേലക്കര ഏരിയ വൈസ് പ്രസിഡന്റ് ശ്രീ സുരേഷ് വെന്നൂർ അവർകൾ ആദരിച്ചു. തുടർന്ന് നടന്ന യോഗം മാപ്പില്ല എന്നുറക്കെ പറഞ്ഞുകൊണ്ട് ശക്തമായ നടപടികൾ ഓപ്പറേഷൻ സിന്ദൂരിലൂടെ നടപ്പിലാക്കി ലോകത്തിനു മുമ്പിൽ തെളിയിച്ച ഇച്ഛാശക്തിയുള്ള ഭാരത സൈന്യത്തിനും മോദി സർക്കാരിനും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നടത്തുന്ന ത്രിവർണ്ണ സ്വാഭിമാൻ റാലിയാണ് ഈ വഴിയിലൂടെ കടന്നു വരുന്നത്. പാകിസ്ഥാന്റെ മണ്ണിൽ കയറി ശക്തമായ തിരിച്ചടി നൽകിയ ഭാരത സൈന്യത്തിന് പറഞ്ഞുകൊണ്ട് ശക്തമായ നടപടികൾ അർപ്പിച്ചുകൊണ്ട് നടത്തുന്ന ത്രിവർണ്ണ സ്വാഭിമാൻ റാലിയാണ് ഈ വഴിയിലൂടെ കടന്നു വരുന്നത്. മതഭീകരർ നടത്തിയ നരനായാട്ടിന് മറുപടിയായി പാകിസ്ഥാന്റെ മണ്ണിൽ കയറി ശക്തമായ തിരിച്ചടി നൽകിയ ഭാരത സൈന്യത്തിനും മോദി സർക്കാരിനും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നടത്തുന്ന സ്വാഭിമാൻ യാത്രയാണ് ഈ വഴിക്കാരിലൂടെ കടന്നു വരുന്നത്. എന്ന് നോക്കി പറഞ്ഞുകൊണ്ട് ശക്തമായ നടപടികൾ ഓപ്പറേഷൻ സിന്ദൂരിലൂടെ നടപ്പിലാക്കി ലോകത്തിന് മുമ്പിൽ തെളിയിച്ച ഇച്ഛാശക്തിയുള്ള ഭാരത സൈന്യത്തിനും മോദി സർക്കാരിനും ഭാരത സ്ത്രീകളുടെ സിന്ദൂരം വായിക്കാൻ മതം തിരഞ്ഞു വന്ന മതഭീകരവാദികളെ പ്രിയപ്പെട്ടവരെ, ആദ്യമായി സ്വാഭിമാന യാത്രയുടെ സംഘാടകരെ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ലോക മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് ഏതാണ്ട് ഒരു മാസം മുമ്പ് നടന്ന ഭീകര ആക്രമണം പഹൽഗാമിൽ നമ്മൾ ഇപ്പോഴും ഓർക്കുന്നുണ്ടാവുന്നു. ഈ മാത്രമാണ് ഒരു രാജ്യത്തിൻ്റെയോ ഒരു മതത്തിൻ്റെയോ എതിരായിട്ടല്ലെന്ന് നമ്മുടെ പ്രധാനമന്ത്രി വീണ്ടും ആവർത്തിച്ച് പറയുകയുണ്ടായി. ഭീകരർക്ക് എതിരായിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂർ ഇനിയും അവസാനിച്ചിട്ടില്ല. നമ്മെ ഉപദ്രവിക്കുന്നു. അതിന് മറുപടിയായി അപ്പം എപ്പോൾ അവർ നമ്മെ ഭീകരാക്രമണത്തിൽ നമ്മെ ഉപദ്രവിക്കുന്നു. അതിന് മറുപടിയായി അപ്പം തന്നെ നമ്മളങ്ങോട്ട് അവരുടെ ശിക്ഷ നടപ്പാക്കുമെന്നുള്ള കാര്യം വളരെ അസന്ദിഗ്ധമായി നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ലോകം
ഇപ്പോഴാണ് ഇന്ത്യയുടെ ശക്തി മനസ്സിലാക്കിയിട്ടുള്ളത്. ലോകത്തിലെ 5ാമത്തെ വൻ രാഷ്ട്രം, വൻ സൈനിക ശക്തിയാണ് ഇന്ത്യയുടേത്. അത്ര പെട്ടെന്ന് ഭയപ്പെടുത്തുന്നതിന് പാകിസ്ഥാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ഒരിക്കലും നടക്കുകയില്ല. നമ്മുടെ അമ്മമാരുടെയോ പെങ്ങന്മാരെയോ നമ്മുടെ രാജ്യത്തെയോ രാജ്യത്തിൻ്റെ സമ്പത്തിനെയോ സംരക്ഷിക്കുന്നതിന് നമ്മുടെ സൈനികർ, ആർമി, നേവി, എയർഫോഴ്സ്, സ്ട്രൈക്ക് ഫോഴ്സസ്, പാരാമിലിറ്ററി ഫോഴ്സസ്, CRPF, BSF എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് അവരെ തകർക്കുന്നതാണെന്ന് ഒരു സംശയമില്ലാതെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതേ രീതിയിൽ ഓപ്പറേഷൻ സിന്ദൂർ 3-4 ദിവസം കൂടി നടക്കുന്നതായിരുന്നെങ്കിൽ തീർച്ചയായും ഒരു രാജ്യം തകർന്ന് തരിപ്പണമാകുമായിരുന്നു. അത് അവരുടെ വികൃത മുഖം പിന്നെയും നമ്മൾ ലോകം കണ്ടതാണ്. 3 മണിക്ക് യുദ്ധവിരാമത്തിന് അപേക്ഷിക്കുകയും ഉടനെ തന്നെ 6 മണിക്കുള്ളിൽ രണ്ടാമത് ആക്രമിക്കുകയും ചെയ്തു. ഏത് രീതിയിലാണ് ഇവരെ വിശ്വസിക്കുന്നത്? എന്തായാലും എവിടെ പോയി ഒളിച്ചാലും ഈ ഭീകരരെ പുറത്തു കൊണ്ടുവരും, അവരെ ശിക്ഷിക്കുമെന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത്, അസന്ധിഗ്ധമായി പറഞ്ഞിട്ടുള്ളത് നമ്മൾക്ക് ഓർക്കാവുന്നതാണ്. നമ്മുടെ സൈനിക ശക്തി ഇപ്പോൾ ലോകം മനസ്സിലാക്കുന്നുണ്ട്. ഒരു ലോകത്തിനും ഒരു രാജ്യത്തിനും കീഴടക്കുന്നതല്ല നമ്മുടെ സൈനികരും നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ ജനങ്ങളും എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നതാണ്. ഇതോടുകൂടി രാജ്യം ഒരു വിഷമഘട്ടത്തിൽ കടന്നുപോയപ്പോൾ അതിനൊപ്പം നിന്നുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്നൊരു ഇതിനുവേണ്ടി പ്രയത്നിച്ച നമ്മുടെ 3 സേനകളെയും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി നടത്തിയ സ്വാഭിമാന യാത്രയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും തരികയാണ്. അതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരും പറയാനുള്ളത്, നമുക്ക് ദേശസ്നേഹം വരണമെങ്കിൽ യുദ്ധം വേണോ അതോ അത്തരം ഒരു സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് ദേശത്തോട് സ്നേഹം ഉണ്ടാവുകയുള്ളൂ? കാരണം നമ്മളെല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം, ജാതി മത രാഷ്ട്രീയം എന്ത് വേണമെങ്കിലും എന്ത് രാജ്യങ്ങളുണ്ടാവണമെങ്കിലും നാം ചവിട്ടി നിൽക്കുന്ന മണ്ണ് നമ്മുടെ കാൽക്കീഴിലുണ്ടാകണം. ആ ഒരു ഓർമ്മ നമ്മളെല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ, ചവിട്ടി നിൽക്കുന്ന മണ്ണ് കാൽക്കീഴിലുണ്ടെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പം അത്തരം ഒരു ഓർമ്മ നമ്മൾ ഓരോരുത്തരും ഓരോ ഭാരതീയനിലും ഉണ്ടാകണം. അത് ജാതി മത രാഷ്ട്രീയ അതീതമായി നാം ഭാരതീയനാണെന്ന ചിന്ത ഒരു മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് അത്തരം നമ്മളെല്ലാവരും പ്രവർത്തിക്കണം. അവസാനമായി പറയാനുള്ളത്, ഇത്തരം അവസരത്തിൽ ഞങ്ങൾക്ക് അവസരം തന്ന, ഞങ്ങളെ ആദരിച്ച എല്ലാവർക്കും, ഇതിൻ്റെ എല്ലാ സംഘാടകർക്കും ഭാരതീയ സൈനികർ എന്ന പേരിൽ ഞങ്ങളെല്ലാം കടപ്പെടും നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഇന്ന് ഈ യാത്രയിൽ പങ്കെടുത്ത ഈ ഭാരതീയ സൈനികർക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ഈ വേളയിൽ അർപ്പിക്കുകയാണ്. ഈ വേളയിൽ നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ ഏരിയ വൈസ് പ്രസിഡന്റ് ദേവാനന്ദൻ ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു. പൂർവ്വ സൈനികരെ ഇവിടെ കൂടിയിരിക്കുന്നതിന് പാകിസ്ഥാനെതിരായിട്ടുള്ള